അപ്പോൾ താങ്കൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ണോട് കണ്ണായിടായിരിക്കും പറയുന്നത്. ഭയങ്കരമായിട്ട് ഒത്തിരി പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു എന്നെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു പടകാളി എന്ന് പറഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ പുള്ളിക്കാരി എൻ്റെ മാനേജറാണ്. ഓൾ ഇൻ ഓൾ വി ആർ ഹാപ്പിലി ഗോയിങ്. ബാലഭാസ്കർ പുള്ളി അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തോ കെമിസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ പുള്ളിക്കാരി, അവള് ഭയങ്കര ഇളയതല്ലേ. പിന്നെ പറഞ്ഞു എത്ര ഇളയ, 60 വയസ്സ്. അത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് പറഞ്ഞു പുള്ളി ഒരു സ്പാർക്ക് ഇട്ടതാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി they knew that we will be together. അപ്പോൾ അവർക്കും അവരുടെ മകള് നന്നായിരിക്കുന്ന കാണാൻ ഇഷ്ടം, നമ്മുടെ വീട്ടിലും ഞാൻ നന്നായിരിക്കുന്ന കാണാൻ. അപ്പോൾ ഉദ്ദേശം നല്ലതായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടന്റെ ഒരു ഹൈ എന്തായിരുന്നു ആ സമയത്ത്? ഞാൻ ഇത്രേ ഉള്ളൂ, താങ്ക്ഫുൾ ആയിരുന്നു. കാര്യം ഇത്രയും കൊല്ലം കഴിഞ്ഞത് വന്നല്ലോ. പ്രേക്ഷകർ നമ്മളത് ചെയ്യുമ്പോൾ, പാട്ടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ. ചിലർ പറയും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ജോബിന്റെ പാട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തകർന്ന് അടിയും പോകും. നമുക്ക് എന്നാലും നമ്മുടെ മനസ്സ് കൂടുതൽ ആംബീഷ്യസ് ആവുന്നതുകൊണ്ട് തെറ്റില്ല, ഗ്രീഡി ആവായിരുന്നു. ആംബിഷനും ഗ്രീഡും രണ്ടാണ്. നമ്മൾ ആംബീഷ്യസ് ബട്ട് ഐ ആം കണ്ടന്റ്. വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്, കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. കൂർക്ക മെഴുക്കുരട്ടിയാണോ? ഒരു പരിവുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. വരികളും അതിന്റെ മ്യൂസിക്കും ഭയങ്കര സോൾഫുൾ ആയിരിക്കും. അപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ കമ്പോസ് ചെയ്ത അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലുള്ള ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? ഇപ്പോൾ താങ്കൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ണോട് കണ്ണായിടായിരിക്കും പറയുന്നത്. അതല്ല, പിന്നെ ഒരു സാന്ത്വനമായ 2-3 പാട്ടുകൾ ഞാനിങ്ങനെ ആ ഒരു മൂഡിൽ ചെയ്തു. കണ്ണോട് കണ്ണായിടമാണ് പ്രേക്ഷകരിലേക്ക് ഒത്തിരി എത്തിയൊരു പാട്ട്. ചേട്ടാ, അതെ, നമുക്കൊരു വല്ലാത്ത ഫീൽ ആയിരിക്കത്തില്ല. കാരണം നമ്മൾ എപ്പോഴോ ചെയ്തു വെച്ച ഒരു പാട്ട്, ആ സമയം നമ്മളത് പാടി അത് കഴിഞ്ഞു. എന്നിട്ട് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ബൂം സാധനം കുറെ വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതങ്ങോട്ട് ട്രെൻഡാ അല്ലേ? എല്ലാരും ഇത് പാടുന്നു, ഇതിന്റെ റീൽസ് വരുന്നു, ഈ പാട്ടിനെ പ്രൈസ് ചെയ്ത ആൾക്കാർ സംസാരിക്കുന്നു. അപ്പൊ ചേട്ടന്റെ ഒരു ഹൈ എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് ഞാൻ ഇത്രേ ഉള്ളൂ, താങ്ക്ഫുൾ ആയിരുന്നു. കാര്യം ഇത്രയും കൊല്ലം കഴിഞ്ഞത് വന്നല്ലോ. പ്രേക്ഷകർ നമ്മളത് ചെയ്യുമ്പോൾ, പാട്ടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ 9 വർഷത്തിന് ശേഷം ആയാലും അത് വന്നല്ലോ എന്നുള്ളൊരു വളരെ ഒരു കണ്ടന്റ്മെന്റ് ആയിരുന്നു, ഒരു തൃപ്തി. അടിപൊളി. താങ്ക്സ് ടു എവ്രി വൺ. കാരണം ആ പാട്ട് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കയറി വന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഏതൊക്കെയോ റീലിൽ ഇപ്പം ലാപ്പത്ത ലേഡീസിലെ അന്നയും റസൂലിൻ്റെയും ഇതിലൊക്കെ വീഡിയോ ഇട്ടിട്ട് ഈ പാട്ട് ഇട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പ്രേക്ഷകർ കൂടുതൽ ആ പാട്ടിലേക്ക് അറ്റാച്ച്ഡ് ആവുകയും അതിൻ്റെ ഇമോഷൻ മനസ്സിലാവുകയൊക്കെ ചെയ്തു. ഇതിങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ അറിഞ്ഞത് എങ്ങനെയാ? ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഇല്ല, ഞാൻ ആ സമയം എനിക്ക് തോന്നുന്നു ആ US ഒരു ട്രിപ്പ് ഒരു മാസത്തേക്ക് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നൊരു തുടക്കത്തിലാണ് ഇതിങ്ങനെ പതുക്കെ തുടങ്ങിയത്. അപ്പം ഞാനും പുള്ളിക്കാരിയും കൂടെ ട്രെയിനിൽ, വൈഫും കൂടെ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഫ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. ഓൺ ദ വേ ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെയിനിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം, ഈ പാട്ട് ഇങ്ങനെ ടൈറ്റിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിലേ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത് തന്നെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയും, ഞങ്ങൾ എന്താ പറ്റി ഈ പാട്ടിന് ഇപ്പം എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയും, നാട്ടിലെ പുള്ളിക്കാരി, ഞാൻ ഭയങ്കരമായിട്ട് ഒത്തിരി പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു എന്നെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു പടകാളി എന്ന് പറഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു തമാശക്ക്. കാരണം അന്ന് ഒരു 9 വർഷം മുമ്പുള്ള ഒരു വളരെ ആ പാട്ട് അങ്ങനെയാ വന്നത്. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ആ പാട്ടിന്റെ പുള്ളിക്കാരി എന്റെ മാനേജറാണ്. ഓൾ ഇൻ ഓൾ വി ആർ ഹാപ്പിലി ഗോയിങ്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ചേട്ടാ, ഈ നമ്മൾ ഈ പറഞ്ഞ കണ്ണോട് പാട്ടിന്റെ ഒരു കമ്പോസിഷൻ ഉണ്ടല്ലോ, കമ്പോസിഷൻ എന്നല്ല, ഓൾ ടുഗദർ ആ പാട്ടിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. ആദ്യം ഒരു ആകാശവാണിയുടെ സംഭവം വരുന്നു, എന്നിട്ട് പതുക്കെ നിങ്ങൾ രണ്ടും കൂടെ അത് പാടി അതൊരു റെട്രോ
വൈബിൽ ആ സംഭവം പോകും. അപ്പൊ ഈ ഒരു ഫോമുലേഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ ടെക്നിക്കൽ ടേം എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ഫോം ചെയ്യുമല്ലോ, ഇന്നത് വേണം ഇന്നത്. ആ ഐഡിയ ആരുടെ ആയിരുന്നു? ഉറപ്പായിട്ടും അത് ആസ് എ കമ്പോസർ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെ വിഷൻ ആണല്ലോ മുഴുവൻ, ടോപ്പ് ടു ബോട്ടം. പ്ലസ് അതിൻ്റെ നല്ല അറേഞ്ചേഴ്സ്, അതിൻ്റെ അത് കീബോർഡ്സ് വായിച്ചിരിക്കുന്ന സാമുവൽ ലിയോ എന്ന് പറഞ്ഞിട്ടൊരു ജീനിയസ് കീബോർഡിസ്റ്റാണ്. അയാളുടെ ഒരു വലിയ ഇൻപുട്ടുണ്ട്, അതിൻ്റെ ടീമിൻ്റെ ഫുൾ ഇൻപുട്ടുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നാച്ചുറലി ഐ വോണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തുടക്കം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി ആകാശവാണി കേട്ടും ഇപ്പോഴും വിടത്തില്ല, എനിക്കതാ വെക്കാൻ ഇഷ്ടം ആക്ച്വലി. ഞാൻ ആകാശവാണി ഇടയ്ക്ക് കേൾക്കും. പിന്നെ ഓർമ്മയിലൊക്കെ അങ്ങനെ കിടപ്പുണ്ടല്ലോ. അപ്പം ഞാൻ ആ ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് നീനു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, RJ, പുള്ളിക്കാരിയുടെ ശബ്ദമാണ് അതിൽ. പുള്ളിക്കാരി എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നത് അത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു ഫീൽ അറിയുന്നതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഇത് കിട്ടി. അത് അങ്ങനെ ഒരു റെട്രോ വൈബാണ് മൊത്തം പാട്ട്. ഒരു വാൾസ് ഗ്രൂവ് അങ്ങനത്തെ ഒരു നമ്മൾ പഴയ ഹിന്ദി പാട്ടുകൾക്കൊക്കെ കേൾക്കുന്നൊരു ഫ്ലേവർ അല്ലേ, സിത്താറും വയലിൻസും കുറച്ച് സ്ട്രിങ് ചെല്ലോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഓരോ ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം അത് ഇങ്ങനെ വരുമ്പോൾ അത് പിന്നെ അതിന്റെ വരികള് ഉറപ്പാണ്. വരികൾ ഈ ചന്ദ്രേട്ടനോട് ഞാൻ ഇരുന്ന് ഇതുപോലെ എഴുതിയെടുത്ത സംഭവമാണ്. അതായത് നമ്മളുടെ ആ ഒരു പ്രണയം പറയുമ്പോൾ എന്താടാ ഈ പാട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മളെ പുള്ളിക്കാരിക്ക് ശരി ബാക്കി ഞാൻ ഏറ്റവും പറഞ്ഞ് പുള്ളിക്കാരിയും ചന്ദ്രേട്ടൻ നല്ലോണം അറിയാം. അപ്പോൾ ഞങ്ങളെന്നുള്ളൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങ് സ്പോട്ടിൽ എഴുതുന്നൊരു സംഭവമാണ്. അതൊക്കെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇപ്പം എന്താ പറയുക നമ്മുടെ ലൈഫിലെ ഒരു ഭയങ്കര ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് തന്നതല്ലേ. താങ്ക്സ് ടു ദ ഓഡിയൻസ്, പ്രേക്ഷകർക്കാണ് നന്ദി. പ്ലസ് ഈ പറഞ്ഞ കണക്ക് ആ മീഡിയ എത്തിച്ച് തന്നല്ലോ, അടിപൊളി. മറ്റേ എല്ലാത്തിനും അതിൻ്റെതായ സമയം പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത് അതാണ്. നമ്മളൊരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിൻസിയറായിട്ട് അതിലോട്ടൊരു ഇൻപുട്ട് ഇട്ടാൽ അത് എന്നെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഫ്രൂട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഏറ്റവും എക്സാമ്പിളായിട്ട് കാണുന്നത് പത്മരാജൻ സാറിനെ തന്നെ. പത്മരാജൻ സാറിന് ഞാൻ ഒരു കോർ ഫാനാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അത് ഇറങ്ങിയ സമയത്തെക്കാളും ഇപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മരിച്ചിട്ട് എത്രയോ വർഷമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഒരിക്കലും മരിക്കുന്നില്ല. അന്ന് ചെയ്തത് ഇന്ന് കൾട്ടായിട്ടും റെഫറൻസ് ആയിട്ടും ആൾക്കാർ കാണുകയാണ്. ദാറ്റ്സ് ആ ഒരൊറ്റ തെളിവ് മാത്രം മതി, ആർട്ട് ഒരിക്കലും മരിക്കില്ലെന്നും. ഒരു കാലത്ത് അത് സിൻസിയറായിട്ട് ചെയ്താൽ എന്തെങ്കിലും അത് ഓഫ്കോഴ്സ് ക്രാഫ്റ്റ് വേണം. ക്രാഫ്റ്റ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇന്ന് നമ്മൾ അത്രയും ഹാർഡ് ആൻഡ് എന്താ പറയുക ശരിക്കും മെനക്കെട്ടൊരു സംഭവം ചെയ്താൽ വിത്ത് പാഷൻ ആൻഡ് ലവ് ആൻഡ് ട്രൂത്ത് പിന്നീട് അത് വരും അത് ഉറപ്പാണ്. എൻ്റെ കേസിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് പല പ്രാവശ്യം. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ പദയാത്രയാണെങ്കിൽ പോലും ആദ്യത്തെ 1.5 വർഷത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണത് പെട്ടെന്ന് അതങ്ങ് കുറേ പേരിലേക്ക് എത്തിയത്. ആദ്യത്തെ 1.5 വർഷം അത്യാവശ്യം ഒക്കെ ആയിട്ട് പോയത്. പിന്നെയാണ് റൈഡേഴ്സൊക്കെ ഒത്തിരി പേര് റൈഡ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ബൈക്കേഴ്സും അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണത്. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ട്രിഗർ നമുക്ക് പറയാനൊക്കില്ല. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു നമുക്കൊരു സ്പേസ് ഉണ്ടാവും. ആതിര ചേച്ചിയുടെ വൈഫിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പാട്ടിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരിയുണ്ട്. ഓളങ്ങളായി തീരങ്ങളിൽ കൈകോർത്ത് നാം ഇന്നും, നന്നാളിലും നമുക്കിങ്ങനെ ഉള്ളിൽ തട്ടുന്നതാ, നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും എന്നുള്ള വരി. അപ്പോ അല്ല ഞാനത് ആലോചിച്ചെടുക്കുക. ഒന്നാമത് നമ്മളെല്ലാരും സിമ്പിൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള വരികളാണ്. അതെ അതായത് നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും. അതാണല്ലോ ടുഗദർനെസ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ വീട്ടിൽ അറിഞ്ഞ സമയത്തൊക്കെ സമ്മതിച്ചായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും. പിന്നെ കുറച്ച് രണ്ടുപേരും 2 അവസ്ഥരാണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി ദേ ന്യൂ ദാറ്റ് വി വിൽ ബി ടുഗദർ. അപ്പോൾ അവർക്കും അവരുടെ മകള് നന്നായിരിക്കുന്ന കാണാനാണ് ഇഷ്ടം, നമ്മുടെ വീട്ടിലും ഞാൻ നന്നായിരിക്കുന്നതാണ്. അപ്പോൾ ഉദ്ദേശം നല്ലതായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടൻ നമുക്കിങ്ങനെ തോന്നത്തില്ലേ ദിസ് ഇസ് മൈ പേഴ്സൺ എന്ന് തോന്നുമല്ലോ? ചേട്ടൻ അങ്ങനെ തോന്നിയ ഒരു മൊമെന്റ് ഏതാ? സൂപ്പർ സ്റ്റാറിന്റെ പുള്ളിക്കാരി ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തൊക്കെ തന്നെയാണ്.
ചേട്ടൻ ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇനിയിപ്പം അല്ല നാച്ചുറലി സൂപ്പർ സ്റ്റാറിൻ്റെ ടൈമിലാണ് എനിക്കൊന്ന് ബാലചേട്ടൻ ബാലഭാസ്കർ പുള്ളി അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തോ കെമിസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ പുള്ളിക്കാരി അവൾ ഭയങ്കര ഇളയതല്ലേ, പിന്നെ നമുക്ക് പറഞ്ഞു എത്ര ഇളയതാണ്, 60 വയസ്സ്, അത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു സ്പാർക്ക് ഇട്ടതാണ്. പിന്നെ ഞങ്ങൾ ആ കോമ്പറ്റീഷനിലുടനീളം എല്ലാവരും തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. വളരെ സപ്പോർട്ടീവും അമൃത സൂപ്പർ സ്റ്റാറിൻ്റെ സമയത്ത്. അപ്പം കുറച്ച് സപ്പോർട്ട് കൂടിപ്പോയാന്ന് തോന്നുന്നു ഇവിടെ. അതാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, ഒരുമിച്ചായത് മേ ബി. വളരെ അതുകൊണ്ട് തന്നെ 2 മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ബോയ്സ് 2 സോ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒന്ന് ബ്രീഫായിട്ട് പറയാമോ, എന്താണ് ചേട്ടൻ്റെ ഐഡിയ? ജോബ് കുര്യൻസ് 10 10 പാട്ട് അടങ്ങുന്ന എൻ്റെ ജീവിതത്തിലെ 10 ചാപ്റ്റേഴ്സ് എന്നാണ് ഞാനത് പറയുന്നത്. അല്ല, ചേട്ടൻ 10 പാട്ട് അടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ചേട്ടൻ്റെ ഓരോ പാട്ടും റിലീസ് ആവുമല്ലോ യൂട്യൂബ് ചാനലിൽ. അപ്പൊ അതിന്റെ താഴത്തെ കമന്റ്സ് മിക്കതും വരിക ഞങ്ങൾ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെയുള്ളവർക്ക് അടുപ്പിച്ച് 10 പാട്ട് വരികയാണല്ലേ? ഇതൊരു സെഷനാണ്, ലൈക്ക് ഒരു നമ്മൾ എല്ലാ കുറേ കലാകാരന്മാരിരുന്ന് പ്രിപ്പയർ ചെയ്ത് ജാം ചെയ്ത് റിസൾട്ട് കൊണ്ടുവരുന്നൊരു ഇതാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ന്യൂ മ്യൂസിക് മോജോയുടെയൊക്കെ അല്ലെങ്കിൽ കോക്ക് സ്റ്റുഡിയോയുടെയൊക്കെ ഒരു ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടൊരു വേർഷൻ, അതിൻ്റെ വേറെ കുറേ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ആയിട്ടൊരു പരിപാടി. അപ്പോൾ 10 പാട്ടുകൾ 10 ഇമോഷൻസുള്ള 10 പാട്ടുകളാണ്. അപ്പം അങ്ങ് പാട്ടുകൾ ഇറക്കണം എന്നുള്ള ആഗ്രഹമാണ്, അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് ഇതൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഷൂട്ടും ഫെബ്രുവരിയിൽ തന്നെ ഷൂട്ടും ഉണ്ട്. റിലീസ് ബൈ ഏപ്രിൽ മെയ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്ര നല്ല രസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയം ഞാൻ തിരിച്ച് ഓടിപ്പോയിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. പോയി പണിയുണ്ട്. നല്ല പ്രോസസ്സിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, കാരണം ഇതിൻ്റെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്ട്രഗിൾ അതാണ്. ഒരു പ്രൊഡ്യൂസറോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എനിക്കിപ്പോഴും. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഒരു സൈഡിലുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ തന്നെയായിരിക്കും പാട്ടിലൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കാം. പാട്ടും കേൾക്കും എല്ലാവരും. ചേട്ടന് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടും. അതായത് വ്യൂവേഴ്സ് ആണെങ്കിലും പാട്ട് കേൾക്കുന്നവർ, നമ്മൾക്ക് റാൻഡമായിട്ട് ആൾക്കാരും ഒക്കെ വന്ന് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവുന്ന സമയങ്ങളുണ്ട്. നമുക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഒരു അപ്രിസിയേഷൻ ഏതാ? അങ്ങനെ ഞാനെപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമാകുക ഇപ്പോൾ ഒരാൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അത്രയും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ പാട്ടൊരു ആശ്വാസം എന്ന് പറയുന്നവർ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും. എനിക്ക് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പോവുകയോ ആ സമയത്ത് നമ്മുടെ പാട്ടിനൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്ന മെസ്സേജുകളും കോളുകളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴേ അത് ഭയങ്കര ഒരു പ്രചോദനമാണ്. അത് ഭയങ്കര സന്തോഷവും കണ്ണ് നിറയും ഒക്കെ ചെയ്യും. വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റാണ് അങ്ങനെ ആൾക്കാർ നമ്മുടെ പാട്ട് എടുക്കുമ്പോഴേ. ഇപ്പം ചിലർ പറയും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ജോബിൻ്റെ പാട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തകർന്ന് അടിയും പോകും. കാരണം നമുക്ക് that's what art can do എന്ന് എനിക്ക് മ്യൂസിക് ക്യാൻ ഡു. അപ്പം ആ ഒരു സന്തോഷം കൊടുക്കാൻ, ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് പരം വേറെ സംഭവമല്ലേ. ഇപ്പം ഞാനും എനിക്കൊരു മെസ്സേജ് വന്നത് വളരെ മാനസികമായിട്ട് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടിൽ പല പാട്ടുകളും കേട്ടിരുന്നു. നിഴൽ എന്ന് പറഞ്ഞൊരു പാട്ട് ചേർത്ത് അപ്പം ടി ജി സാറ് അഭിനയിച്ചിട്ടുള്ള. അപ്പം അത് ആ പുള്ളിയുടെ മുത്തശ്ശൻ മരിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു എഴുതിയത്. വളരെ ഇമോഷണലായിട്ടാണ് അവർ കത്തുകൾ വലിയ മെസ്സേജസ് ഒക്കെ അയക്കുക. അതൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഫുള്ള് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ്. പദയാത്ര യൂസ്ഫുൾ മെഡിറ്റേഷൻ. ചിലർ പറയും ഞാൻ രാവിലെ എഴുന്നേറ്റപടി അത് കേൾക്കും, എനിക്കൊരു മെഡിറ്റേറ്റീവ് ഫീല് കിട്ടാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഓരോ പാട്ടിനും ഓരോ ഫീലാണ്. അപ്പോൾ ആ ഫീലായിട്ട് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പം മുല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മുല്ല കേട്ടിട്ട് ചൈൽഡ്ഹുഡുമായിട്ട് ഒത്തിരി പേര് അത് കണക്ട് ചെയ്തിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയും അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചൈൽഡ്ഹുഡാണ് അതിൽ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ദ പർപ്പസ് ഇസ് ഡൺ.
അപ്പം അങ്ങനെ അതൊരു ക്രിയേറ്ററിന് ഏറ്റവും തൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്. കമ്പോസിങ്ങിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാ? കമ്പോസിങ് അതാണ് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ആയിരിക്കും. ചേട്ടൻ എങ്ങനെയാ? എനിക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു കോർ ട്യൂൺസ് തന്നെയാണ് ഞാനത്, അതാണ് അതിനെ ഇമോഷണലി ഞാൻ കണക്ട് ചെയ്തിട്ടാണ് ആ ട്യൂൺസ് വരിക. അതിന് എന്തെങ്കിലും ഒരു പ്രചോദനം വേണം. ചുമ്മാ അങ്ങനെ രാവിലെ ഇരുന്ന ഒരു പാട്ട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. എപ്പോഴാണ് വരുന്നതെന്നും പറയത്തില്ല. ചില പെട്ടെന്നായിരിക്കും ഒരു ഏതൊരു കാര്യം നമ്മളെ അങ്ങേയറ്റം ടച്ച് ചെയ്യുന്നത്. അപ്പം പോയി ഇരിക്കി പിയാനോ ആയിട്ട് കുറച്ച് നേരം ഇരിക്കും. ചിലപ്പോൾ പാട്ടിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചറായിരിക്കും, പിന്നീട് ബാക്കി ചെയ്യും. പിന്നെ അതിൻ്റെ എംബലിഷ്മെൻറ്റ്സ് മുഴുവൻ പുറകെ ഓരോന്നായിട്ട് ചെയ്യും. ലിറിക്സ് പിന്നെ ചിലത് തിരിച്ചും ചെയ്യട്ടെ, ലിറിക്ക് എഴുതിയിട്ടും ഞാൻ കമ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടും ചില സമയത്ത്. എന്നാലും മെജോറിറ്റി ആദ്യം ഒരു ട്യൂൺ വരാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ എപ്പോഴും വരത്തുന്നില്ല, ഇതുവരെ കുഴപ്പമില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് യാത്ര ചെയ്തിട്ടൊക്കെ വന്ന് അങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ബ്ലോക്ക് ഉള്ള സമയം നല്ലോണം ഫുഡ് കഴിക്കും. ഭയങ്കര ഭക്ഷണപ്രിയൻ. ഈയിടെയായിട്ട് ഞാൻ കുറച്ചിരിക്കുകയാണ്. ഷുഗറൊക്കെ ഭയങ്കര മധുരപ്രിയനാണ് ഭയങ്കര. പക്ഷെ അത് ഇപ്പൊ പാട്ടുകളിലുള്ള മധുരം ഭയങ്കര. പക്ഷെ ഈയിടെ ഈ ന്യൂ ഇയർ പോലെ ഷുഗറൊക്കെ കട്ട് ചെയ്തിരിക്കും. പ്രകാരം പോകുന്നറിയില്ല, പിടിക്കുന്നുണ്ട് കംപ്ലീറ്റ് എല്ലാം. അതായത് വൈറ്റ് ഷുഗർ കംപ്ലീറ്റ് അതോ ഒരു ഷുഗർ പ്രോഡക്ട്സ് ഒരു മാക്സിമം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അറിയത്തില്ല, പിടിവിടുന്ന എപ്പോഴൊന്നും അറിയില്ല. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും, ബാക്കി ആർട്ടിഫിഷ്യൽ അതൊക്കെ അറിയില്ല എത്രത്തോളം നടപടിയാവുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ട്, എനിക്ക് വെയിറ്റ് റിഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പ്ലസ് എൻ്റെ കാലിനൊരു ഇഞ്ചുറി ഉണ്ട്, ACL ഷട്ടിലറായിരുന്നു, മാന്യമായിട്ട് കളിച്ചിരുന്നു. അപ്പം 2 പ്രാവശ്യം ഇഞ്ചുറി വന്നതും ഷട്ടിൽ കളിച്ചിട്ടാണ്. ഇപ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടം ചാട്ടവും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ പെർഫോം ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര ബ്രത്തിനും ഒക്കെ പ്രശ്നമാകും. അപ്പോൾ ഇപ്പോൾ പട്ടിണി കിടക്കാതെ വേറെ വകുപ്പില്ല, വേറെ ഒരു വഴിയില്ല. നടക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഫുഡ് പിടിക്കാതെ നമുക്ക് രക്ഷയില്ലല്ലോ. സോ ക്രിയേറ്റീവ് ബ്ലോക്ക് വരുന്ന സമയത്ത് ഫുഡ് നല്ല നല്ല യാത്ര ചെയ്ത് പോയി ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കഴിക്കാനാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടം. കാരണം നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ഒത്തിരി കഴിക്കുന്നു. അപ്പൊ നമുക്കങ്ങനെ മടുപ്പാവും. അപ്പൊ വീട്ടിലെ ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പ്രത്യേകിച്ചും അമ്മ അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. പുള്ളിക്കാരി നല്ലോണം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടപെട്ട് കുളമാക്കും. കാര്യമായിട്ട് കുക്കൊന്നും ചെയ്തില്ല, ഇടപെടും. അങ്ങനെ അത് വേണം, ഉപ്പ് കുറച്ചിടാം. ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് എന്താ, എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ള? എനിക്ക് പ്രോൺസ്, കൊഞ്ച് വലിയ വീക്ക്നെസ് ആണ്. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിരുവനന്തപുരം കൊല്ലക്കാർക്ക് കൊഞ്ച് ഭയങ്കര വീക്ക്നെസ് ആണ്. മീറ്റ് അങ്ങനെ നോക്കിയാ. പിന്നെ ഉറപ്പായിട്ടും വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്, കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. കൂർക്ക മെഴുക്കുരട്ടിയാണോ? മെഴുക്കുഴ ഒരു പരിപാടിയുണ്ട്, അമ്മയുടെ ഒരു സ്പെഷ്യൽ മേക്കുണ്ട്. അങ്ങനെ എന്റെ വീട്ടിൽ മറ്റേ നാടൻ പരിപാടി എല്ലാം ഇഷ്ടമാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നല്ലേ കൂർക്ക ഉദ്ദേശിച്ചത്? ഓക്കെ, അതൊക്കെയാണ് നാടൻ ഫുഡാണ്. നാടൻ ഫുഡ്. പിന്നെ എല്ലാം ഒത്തിരി എക്സ്പെരിമെന്റലൊന്നുമല്ല, സ്ഥിരം പാറ്റേൺസ് ഉണ്ട്. അത് തന്നെ വലിയ എക്സ്പെരിമെന്റേഷൻ നടത്തത്തില്ല. ഇങ്ങനെ ചെറിയ ഒരു ഇടയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ, പാറ്റേൺ അല്ല ഒരു ട്രെൻഡ്. പൊറോട്ട വിടാൻ പറ്റുമോ? പൊറോട്ട വിടാൻ പറ്റുമോ? ദേശീയ പ്രശ്നമല്ലേ പൊറോട്ട. പൊറോട്ട കഴിക്കാൻ പറ്റും. പൊറോട്ടയും ഫേവറേറ്റ് ആണല്ലേ? വല്ലപ്പോഴും കഴിക്കും. പൊറോട്ടയും ബീഫും ആയിരിക്കും അല്ലേ? ചേട്ടാ, ഒരു ഇങ്ങനെ നമ്മൾ ഒരു ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ട്, ഒരിടയ്ക്കല്ല ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നു തോന്നുന്നു. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫുഡിന് വേണ്ടി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട്, ഇപ്പൊ മൂന്നാർ പോയി ചായ കുടിക്കുക എന്നൊക്കെ ഉള്ള തരത്തിൽ അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടോ പഠിക്കുന്ന സമയത്തൊക്കെ? പഠിക്കുന്ന സമയത്ത് കഴിക്കാനങ്ങനെ പോയിട്ടില്ല. യാത്ര പോകുമ്പോൾ കഴിക്കുന്നല്ലത്. പിന്നെ ഈയിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു ശാസ്ത്രമംഗലം എന്ന സ്ഥലത്ത് ചന്ദ്രൻ ചേട്ടൻ എന്നൊരു അദ്ദേഹമുണ്ട്, ചായ സ്പെഷ്യലിസ്റ്റാണ്. ചേട്ടൻ്റെ അടുത്ത് റെഗുലറായിട്ട് ഇപ്പോഴും ഞങ്ങളൊരു ബ്രേക്കിന് ചേട്ടൻ്റെ അടുത്ത് പോയി ചായ കുടിക്കും. അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ചേട്ടൻ്റെ അടുത്ത് ചായ കുടിക്കുക, അവിടെ 2 സ്നാക്കൊക്കെ കഴിക്കുക എന്നുള്ളത്. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കും. നിങ്ങളുടെ ഒരു ഗോ ടു പ്ലേസ് ഏതാ ഫാമിലി ആയിട്ട്? ഗോ ടു പ്ലേസ് കുട്ടിക്കാനം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കുട്ടിക്കാനത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അവിടെ ഒരു വീട് ഹയർ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു റൂം, നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ഹോം. ഇടയ്ക്ക് പോകും. പിന്നെ എൻ്റെ ഒരു കാലം എന്ന പാട്ടുള്ളൊരു വീട് കണ്ടിട്ടുണ്ട്, ചെറിയൊരു വീടാണ്. എൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ട്രിബ്യൂട്ടായിട്ട് ഞാൻ
ആ പാട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നറിയില്ല. മനസ്സിലായി എനിക്ക്. അപ്പൊ അതിനകത്തൊരു വീടുണ്ട്, അതെന്റെ ഒരു മൈ ലിറ്റിൽ ഹോം എന്ന് പേരിട്ടിരിക്കുന്നത്, ചെറിയൊരു വീടാണ്. ചെറിയൊരു വീട് എസ്തെറ്റിക്സ് ഒക്കെ തന്നെ ചെയ്തെടുത്ത്. അപ്പൊ അവിടെയും പോകാൻ ഇഷ്ടമാണ്. എല്ലാം നാട്ടിൽ തന്നെയാണ് കിടന്ന് കറങ്ങാൻ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഔട്ട കേരള പോകാൻ. പിന്നെ പഠിച്ച സ്ഥലം ഹസൻ, ബാംഗ്ലൂർ അപ്പുറത്താണ്. അത് ഇടയ്ക്കിടയ്ക്ക് പോകും. ബാംഗ്ലൂരല്ല, ഹസൻ എന്ന് പറയും കുറച്ച്, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും. നല്ല കർണാടക ദോശ വീക്ക്നെസ് ആണ്. അപ്പോൾ ദോശ സ്വപ്നം കണ്ടൊക്കെ ഇടയ്ക്ക് കോളേജും പരിസരമൊക്കെ കാണാനും ഒക്കെ പോകും. ചേട്ടാ, ആസ് എ കമ്പോസർ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ, നമുക്ക് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം കാണുമായിരിക്കുമല്ലോ ചിലപ്പോൾ, ഇന്ന ആളെ എൻ്റെ പാട്ട് പാടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോ പാട്ട് വരുമ്പോഴാണല്ലോ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ജോബ് കുര്യൻസ് 10 അങ്ങനെ പാട്ടുണ്ട്. ഉണ്ട്. ആരൊക്കെ സിംഗേഴ്സ് ഉണ്ട് എന്ന് പറയാറായിട്ടില്ല. സിംഗേഴ്സ് ഇപ്പൊ ഒരു പാട്ടിലെന്താ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഇന്ന ആളുടെ വോയിസ്. പ്രദീപ് കുമാർ എൻ്റെ ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. തമിഴ്, ചെന്നൈയിലുള്ള പുള്ളി സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാട്ട് ഇനി അയച്ചു കൊടുത്തിട്ട് പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ പുള്ളി വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത്ര ആ സന്തോഷത്തിരിക്കും. അപ്പോൾ പ്രിപ്പറേഷൻ നടക്കാണ്. പുള്ളി വന്നാൽ അടിപൊളിയായിരിക്കും. എൻ്റെ ഒരു നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ. പുള്ളി ഇപ്പം പദയാത്രയ്ക്ക് ഹരീഷ് വന്ന പോലെ എനിക്ക് ഈ ഒരു പാട്ടിൽ പുള്ളി വരണം. ആ പാട്ട് എന്നെക്കാളും ഭംഗിയായിട്ട് അത് കളർഫുൾ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഹോപ്പ് ചെയ്യാം. നോക്കാം, എല്ലാം സംഭവിക്കുന്നതാണ്. ചേട്ടൻ ഇങ്ങനെ പല ഇന്റർവ്യൂസിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജോൺസൺ മാഷാണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ. സോ നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു റെഫറൻസോ നമ്മുടെ പാട്ടുകളിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒത്തിരി കേൾക്കുമല്ലോ, അപ്പോൾ തന്നെ വന്നോളൂ. നമുക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ അത്രയും അഡ്മയർ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് നാച്ചുറലി നമ്മളിലേക്ക് കുറച്ചെങ്കിലും വരും. ഉറപ്പായിട്ട് അവർക്ക് പോലെ നമുക്കൊരിക്കലും പറ്റണമെന്നില്ല. പക്ഷേ സ്റ്റിൽ അവരെങ്ങനെയാണ് ഇതിനെ ഓരോ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ഒരു പഠന മെറ്റീരിയൽ ആണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ലെജൻസൊക്കെ. ഞാൻ ഒത്തിരി കേൾക്കും മാഷിൻ്റെ പാട്ടുകൾ. ഇപ്പോഴും ആ സിനിമകളൊക്കെ പഴയ പടങ്ങളൊക്കെ കാണുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുടെ ഒരു ലൈഫും ഒക്കെയാണ്. പണ്ട് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഏതാ? കുറേ ഉണ്ടെന്നേ. ഇപ്പം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളൊക്കെ ഇല്ലേ, അതിലത്തെ പാട്ടുകളൊക്കെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് ഒത്തിരി പടങ്ങൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള എത്രയോ പടം പുള്ളി ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് എടുത്ത് പറയുമ്പോൾ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് വളരെ ഒരു ഫേവറേറ്റ് സിനിമയാണ്. അത് എപ്പോൾ ഇട്ടാലും കാണും, എപ്പോൾ വേണമെങ്കിലും എനിക്കത് കാണാനും പറ്റും. അത് ഭയങ്കര ഫേവറേറ്റ്. അപ്പോൾ അതും ജോൺസൺ മാസ്റ്ററിൻ്റെ അസാധ്യമായിട്ടുള്ളൊരു വർക്കാണ്. അത് ഒത്തിരി ലെജൻസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലെ. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ജോൺസൺ മാസ്റ്റർ ഒരു ഹ്യൂജ് ഫാക്ടറാണ്. എസ്പെഷ്യലി 80കളിൽ ജീവിച്ച് വന്നവർക്കും 90 ആ ഒരു ബിഗിനിങ് ഒക്കെ പുള്ളിയുടെ പ്രൈം ടൈമിലാണ് നമ്മുടെ ടീനേജ്, നല്ല അതാ ഒരു സമയമൊക്കെ. അപ്പോൾ ഒത്തിരി പാട്ടുകൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. 80s ഒക്കെ, ഇപ്പോൾ 87 ആണ് ദശരഥം, ആ സമയമൊക്കെ ഒത്തിരി. ഇപ്പോൾ കിരീടം, ഒത്തിരി പാട്ടുകൾ, എത്രയോ പാട്ടുകളാണ്. നമ്മളുടെയൊക്കെ ഒരു നല്ല സ്കൂൾ ടൈമിലൊക്കെ ആ പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യും. നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് വരുന്ന ആ ഒരു ഫസ്റ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് ജോബ് കുര്യൻ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടന് ഇഷ്ടമുള്ള ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിൽ ചേട്ടന് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു വർക്ക് ആരുടെയാണ്? എനിക്ക് ഇപ്പോൾ കേരളത്തിലുള്ള അല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും അവിയൽ ഹ്യൂജ് ഇൻസ്പിറേഷനാണ്. ആശാന്മാരുടെ ഒരു പാതയാണ് നമ്മളൊക്കെ ഇഷ്ടം. ഇങ്ങനെ ചെയ്യാമെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് അവരാണ്. റെക്സറിൻ്റെ പ്രൊഡക്ഷനും ഇപ്പം ആനന്ദേട്ടൻ്റെ മൊത്തം അവരുടെ ടീം എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധവുമാണ്. അപ്പോൾ മൊത്തത്തിൽ അവിയലൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി ഇന്ത്യ ആർട്ടിസ്റ്റുകൾ വരുന്നു. എനിക്ക് തകര ഇഷ്ടമാണ്, ജെയിംസിൻ്റെ സോങ് റൈറ്റിങ്ങും. അങ്ങനെ കുറേ സൈക്കോഡൊക്കെ നമ്മുടെ കൊളീഗ്സ് അല്ലേ, എല്ലാവരും ആയിട്ടൊരു നല്ല ബന്ധവും ഒക്കെ ഉണ്ട്. അപ്പോൾ എവറിബഡി ആർ ട്രൈങ് ദെയർ ബെസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അടിപൊളിയാണ്. അങ്ങനെ ഒരു എല്ലാവരും കൂടെ ശ്രമിച്ചാലേ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പാട്ടുകൾ, സിനിമ പാട്ടുകൾ ഉണ്ടാവട്ടെ, പാരലലി ഇതും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടും നല്ലതാണ്. സിനിമയ്ക്ക് ഇപ്പോൾ അതിൻ്റെതായ ബ്യൂട്ടി ഇല്ല. ഒരു സിനിമയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന
സോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്ലിഫ്റ്റ്മെന്റ് അല്ലേ. നേരെ മറിച്ച് അത് മാത്രമായി പോവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു മ്യൂസിഷ്യന് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒതുങ്ങി പോകുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊക്കെ കൊച്ചിലെ സിനിമ തന്നെയാണ് കണ്ടുവന്നതും കേട്ടു വന്നതും ഒക്കെ. പക്ഷേ അതല്ലല്ലോ ഇന്റർനാഷണലി ഒക്കെ ലോകം മുഴുവൻ നോക്കി സിനിമയിൽ പാട്ടുകൾ കുറവും, പുറത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആർട്ടിസ്റ്റുകൾ എല്ലാ പാട്ടുകളും അങ്ങനെ ചെയ്യാറ് OST ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മുടെ സിനിമ കൾച്ചർ അങ്ങനെയല്ല. പക്ഷെ എന്നിരുന്നാലും മറ്റേതും വരട്ടെന്നേ, എന്തെല്ലാം ജോണേഴ്സ് ഇരിക്കുന്നു അല്ലേ സിനിമയിൽ വരുന്ന പാട്ടുകൾ അല്ലാതെയും. ഇപ്പം ഗസൽസ് ആയിക്കോട്ടെ, സോപാന സംഗീതം ആയിക്കോട്ടെ, കർണാട്ടിക് കച്ചേരികളായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ട്രീമിൽ അത് വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു പോപ്പും ഫോക്ക് റോക്കെല്ലാം ബ്ലെൻഡഡ് ആയിട്ടൊരു ജോണറാണ് എൻ്റെത്. അതുപോലെ പല പല ജോണർ ഇപ്പോൾ ഷാബാസ് ഏട്ടൻ ചെയ്യുന്നുണ്ട് ഗസൽസ് നന്നായിട്ടും. ഒത്തിരി പേരുണ്ട് റാപ്പേഴ്സ്, ഒത്തിരി പേര്. അത് വേറെ ഒരു വലിയൊരു മാറ്റമല്ലേ. അപ്പൊ അതും നമ്മുടെ സോഷ്യൽ ഇഷ്യൂ പറയാണ് ഒരു പാട്ടിനകത്ത്. അതെ, അത് മാത്രമല്ല അതിൽ ഇപ്പൊ ഫെജോ ആയാലും ഇവരൊക്കെ നമുക്ക് അറിയുന്ന റാപ്സി എല്ലാവരും എനിക്ക് അറിയുന്ന. നമുക്ക് ജോബ് കുര്യന്റെ ഒരു റാപ്പ് പ്രതീക്ഷിക്കാം. എനിക്ക് അങ്ങനെ നാച്ചുറലായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇവരെ ആരെങ്കിലും വിളിച്ചിട്ട് എനിക്കത് പാടിക്കുക. ഞാൻ ചെയ്യില്ല ഒരിക്കലും, എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല അത്. പക്ഷേ നമുക്ക് ആ മ്യൂസിക്കിലേക്ക് അത് അങ്ങനെ ഒരു എലിമെന്റ് വരികയാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് വെച്ചിട്ട് കാര്യം വന്നാലും ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും സഹോദരന്മാരെ വിളിക്കും. അപ്പോൾ ഞാനതെല്ലാം എന്താ പറയുക വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. എന്ത് ജോണർ എടുത്താലും ഇന്ന് അതിനൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു ലിസണർഷിപ്പ് ഉണ്ട്. അതാണ് ഏറ്റവും നല്ല ലക്ഷണം. ഇപ്പം റാപ്പ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഇപ്പറയും എല്ലാവരും മ്യൂസിക് പല പല ജോണേഴ്സ് ചെയ്യല്ലോ. അപ്പം അത് പ്രേക്ഷകൻ ബ്രോഡായിട്ട് ചിന്തിക്കുന്നുണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ സിനിമയിലെ പാട്ടുകളും കേൾക്കുന്നുണ്ട്, റാപ്പും കേൾക്കുന്നുണ്ട്, നമ്മുടെ പാട്ടുകളും കേൾക്കുന്നുണ്ട്, ഗസൽസ് കേൾക്കുന്നുണ്ട്, എല്ലാം. അത് ഈ സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലമുണ്ട് കൊണ്ട് ആർട്ട് പ്രസൻറ്റ് ചെയ്യാൻ അല്ലേ. അപ്പം പ്രേക്ഷകർ കൂടുതൽ ബ്രോഡായിട്ട് ചിന്തിച്ചു തുടങ്ങും. അത് അവരൊക്കെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, അത് കേൾക്കാം. അപ്പോൾ കവർ സോങ്സ് ചെയ്യും. കവർ സോങ്സിന്റെ അതുണ്ട്. അതായത് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ആവാതെ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ അവസരം കിട്ടിയില്ല എന്ന് വെച്ച് പണ്ടത്തെ പോലെ ആരും ഡിസപ്പോയിന്റഡ് ആവുന്നില്ല. അവരപ്പൊ തന്നെ ഒരു കവർ സോങ് ക്രിയേറ്റ് ചെയ്യും, അവരുടേതായ പരിപാടികളായിട്ട്. കവേഴ്സ് ചെയ്യുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കവേഴ്സിൽ മാത്രം ഒതുങ്ങി പോകാതിരുന്നാൽ മതി ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതൊരു കംഫർട്ട് സോണാണ്. ഞാൻ ഉൾപ്പെടെ കവേഴ്സ് ചെയ്യുന്ന ആളാണ്, കവേഴ്സ് ചെയ്തിരുന്ന ആളാണ് കൂടുതലും. അപ്പോൾ പക്ഷെ നമ്മളത് ഒരിക്കലും നമ്മുടേതാവുന്നില്ല ആ പാട്ടുകളൊക്കെ. കവർ സോങ് എന്ന് പറഞ്ഞാൽ വേറൊരു ആർട്ടിസ്റ്റിന്റെ പാട്ട് നമ്മളെടുത്ത് പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ നമ്മുടെ ക്രെഡിബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതില്ല, നമ്മുടേതല്ല എന്തൊക്കെ പറഞ്ഞാലും അത്. അപ്പം മാക്സിമം കവേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒറിജിനൽ ആയിട്ടുള്ള മ്യൂസിക്കും വരട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. കലാകാരന്മാർ ശ്രമിച്ചു വന്നാൽ കുറേ പാട്ടുകൾ പുതിയതായിട്ട് വരും സിനിമയല്ലാതെ. അപ്പം കവേഴ്സും വരട്ടെ. എല്ലാത്തിനും ഇന്ന് സ്ഥലമുണ്ടെന്നുള്ള കാര്യം സംശയം വേണ്ട അല്ലേ, തോന്നുന്നില്ല അങ്ങനെ ചിന്തിക്കുക. എല്ലാ ടൈപ്പും അക്കോമഡേറ്റ് ചെയ്യുന്ന അത് ആൾക്കാരുടെ ഒരു മനസ്സ് ഇപ്പം അങ്ങനെയാണ്. കാരണം അത് കൂടുതൽ ജോണേഴ്സ് കണ്ടും കേട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാം. സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ മ്യൂസിക്കിനകത്ത് നടക്കുന്ന പ്രോസസ്സ് വരെ ഇപ്പം എല്ലാവർക്കും അറിയാം. അത് എല്ലാവരും അതിൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ. എൻ്റെ ഇന്നർ ഇവരിപ്പം ആരെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് പാടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ ട്യൂൺ ചെയ്തതാണോ എന്ന് വരെ കേട്ടിട്ട് താഴെ കമന്റ് ചെയ്യും. അത് ഉറപ്പായിട്ടും അത്രയ്ക്ക് അവെയർ ആണ് ആൾക്കാർ, മനസ്സിലാവുകയും ചെയ്യും. അടിപൊളിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നല്ലതിനെ ആൾക്കാർ ലോങ് റൺ എടുക്കുകയും മോശമായിട്ടുള്ള അറ്റംപ്റ്റ്സിനെ ആൾക്കാർ തിരസ്കരിക്കുകയും ചെയ്യും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ചേട്ടന് ഭയങ്കര കണ്ടംപ്റ്റ് ഫീൽ തോന്നിയ മൊമെന്റ്സിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഏതാ? നമുക്കൊരു ഭയങ്കര കണ്ടംപ്റ്റ് ഫീൽ തോന്നി. മൊത്തത്തിൽ അങ്ങനെയാണ്. കണ്ടന്റ് ഉണ്ട്, അത്യാവശ്യം കണ്ടന്റ് ആവുന്ന എല്ലാ പാടാണ് മനുഷ്യ സഹജം. പക്ഷെ ഒരു നല്ലൊരു ഭാഗത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഐ എം 42. അപ്പോൾ ഇത്രയും കാലം വലിയ തട്ടുകളിലാണ്ട് പോയില്ലേ നമ്മൾ. വേറെ എത്രയോ പ്രശ്നങ്ങളുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ പോകുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ടന്റ് ഉണ്ടായേ പറ്റൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വി ഹാവ് ടു ബി ഹാപ്പി ആക്ച്വലി അല്ലേ. അതല്ലെങ്കിൽ അത്യാഗ്രഹമാണെന്ന് ഞാൻ പറയും.
അപ്പോൾ എന്നാലും നമ്മുടെ മനസ്സ് കൂടുതൽ ആംബീഷ്യസ് ആവുന്നതുകൊണ്ട് തെറ്റില്ല, ഗ്രീഡി ആവായിരുന്നു മതി. ആംബിഷനും ഗ്രീഡും രണ്ടാണ്. രണ്ടാണ്. അപ്പോൾ ഐ എം ആംബീഷ്യസ് ബട്ട് ഐ എം കണ്ടന്റ്. ചേട്ടാ കുറേ നേരം നമ്മൾ സംസാരിച്ചു, സമയം ഇങ്ങനെ പോയി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പോയോ? പോയില്ലേ? അങ്ങനെ പോയെങ്കിൽ വലിയ സന്തോഷം. ഞാൻ ഹാപ്പി ആയിരുന്നു. വളരെ ഓർഗാനിക് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ്? അടിപൊളിയാണ്. ഇപ്പൊ പറഞ്ഞ സമയം പോയില്ലേ, സമയം തട്ട് ഒരു ഇതില്ലാണ്ട് പോയി. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹസ് ഗോൺ വെൽ. ഓക്കെ, സോ നമുക്കിനി അടുത്തത് ജോബ് കൊറിയൻസ് 10 റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടി ഇരിക്കാം. ഓക്കെ, സോ ചേട്ടാ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. താങ്ക് യു ശ്രീനിധി, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ജീവിതം അടിപൊളിയാവട്ടെ. താങ്ക് യു. താങ്ക് യു എല്ലാവർക്കും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think oxygen. Oxygen, the smartphone expert.